രാജ്യത്തിന്റെ തന്നെ ഒരു പ്രധാന ബിസിനസ് ഹബായി കൊച്ചി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കൊച്ചിയിൽ നിന്ന് വരുന്ന വാർത്തകൾ സ്ത്രീ സുരക്ഷയ്ക്കോ അല്ലാതെയോ അത്ര സുഖകരമല്ല. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൊച്ചി അത്ര സുരക്ഷിതമല്ലാത്ത ഒരു ജില്ലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ മോഡലിംഗ് എന്നൊക്കെ പറയുന്നത് അവർക്ക് വലിയൊരു ഹരമാണ്, ഇഷ്ടമാണ്. പക്ഷെ ഇതിനെ ദുരുപയോഗം ചെയ്യാൻ ഒരുപാട് ദുഷ്ടശക്തികൾ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊരു തെളിവാണ് കൊച്ചിയിൽ സംഭവിച്ച ഈ ഒരു സംഭവം. അതിൽ നിന്നും വരുന്ന ഓരോ ദിവസവും പോലീസ് അന്വേഷണത്തിൽ നിന്നും വരുന്ന വിവരങ്ങൾ അത്രയേറെ ഞെട്ടിക്കുന്നതാണ്. അതായത് പച്ചവെള്ളത്തിൽ പോലും മയക്കുമരുന്ന് കലർത്തി കൊടുക്കുകയും പെൺകുട്ടികളെ ബോധം കെടുത്തുകയും അതിനുശേഷം പെൺകുട്ടികളെ ഉപദ്രവിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തു എന്ന നടുക്കുന്ന വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. മോഡലിങ്ങും അതോടൊപ്പം തന്നെ സ്റ്റേജ് ഷോയും ഇത് കൊച്ചിയിൽ ധാരാളമായി നടക്കുന്ന രണ്ട് സംഭവങ്ങളാണ് മോഡലിങ്ങും സ്റ്റേജ് ഷോയും. ഇതിൻ്റെ പേരിൽ നടക്കുന്ന കുറ്റങ്ങൾ ഞെട്ടിക്കുന്നത് തന്നെയാണ്. കാരണം ഇതിൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ് ഇതിനെ ചൂഷണം ചെയ്യാൻ ആളുകൾ വലിയ രീതിയിൽ തന്നെ ഇതിൻ്റെ പിന്നിൽ തന്നെയുണ്ട്. കാരണം മോഡലിങ്ങും സ്റ്റേജ് ഷോയും ഒക്കെ പറഞ്ഞ് ഒരു പരസ്യം കൊടുക്കുമ്പോൾ ഒരുപാട് പെൺകുട്ടികൾ, ഒരുപാട് ചിലപ്പോൾ ആണുങ്ങൾ വരാം, അല്ലെങ്കിൽ കൂടുതലായിട്ട് പെൺകുട്ടികളാണ് ഈ ഇതിലേക്ക് വന്ന് വിടുന്നത്. നിലവിൽ കൊച്ചി കേന്ദ്രീകരിച്ച് മോഡലിംഗിന്റെയും സ്റ്റേജ് ഷോയുടെയും മറവിൽ മലയാളി യുവതികളെ വിദേശത്തേക്ക് കടത്തി ക്രൂരമായ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയ സംഭവത്തിൽ പുറത്തു വരുന്നത് അക്ഷരാർത്ഥത്തിൽ മലയാളികളുടെ മനസ്സിനെ തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അതായത് യുവതികളെ മോഡലിംഗ് കെണിയിൽപ്പെടുത്തി ദുബായിൽ എത്തിച്ച ശേഷം ഇവരുടെ ചിത്രങ്ങൾ നിരവധി രഹസ്യ ടെലിഗ്രാം ഗ്രൂപ്പുകളിലൂടെയാണ് പ്രതികൾ പങ്കുവച്ചത്. മലയാളികളടക്കമുള്ള അന്താരാഷ്ട്ര ഇടപാടുകാർ ഈ ഗ്രൂപ്പുകൾ വഴി പെൺകുട്ടികൾക്കായി വൻ തുകകൾ പറഞ്ഞ് വിലപേശൽ നടത്തിയതിന്റെ ഓഡിയോ സന്ദേശങ്ങളും ഫോൺ രേഖകളും ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുകയാണ്. കേസിലെ മുഖ്യ സൂത്രധാരനായ ബിലാൽ, ഒന്നാം പ്രതിയായ ദുബായിലെ ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപന ഉടമ സിന്ധു, ഇടപാടുകാരുമായി നേരിട്ട് ഡീൽ ഉറപ്പിച്ചിരുന്ന അലീന എബ്രഹാം, ചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയ മഞ്ജിമ എന്നിവരെയാണ് പോലീസ് ഇതുവരെ പിടികൂടിയിട്ടുള്ളത്. ആർട്ടിസ്റ്റ് വിസ എന്ന പേരിൽ സന്ദർശക വിസ നൽകിയാണ് സാധാരണ കുടുംബാംഗങ്ങളിലെ പെൺകുട്ടികളെ സംഘം ദുബായിലേക്ക് എത്തിച്ചത്. ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ വിജയകരമായി എത്തിച്ചാൽ പ്രതികൾക്ക് 50,000 രൂപ മുതൽ 1,00,000 രൂപ വരെയാണ് കമ്മീഷനായി ലഭിച്ചിരുന്നത്. അങ്ങനെയാണ് കൊച്ചി സിറ്റി പോലീസിന്റെ അന്വേഷണത്തിലും റിമാൻഡ് റിപ്പോർട്ടിലും വ്യക്തമാക്കുന്നത്. ദുബായിലെത്തിയ ഉടൻ തന്നെ നായിഫ്, അൽ ബർഷ തുടങ്ങിയ മേഖലകളിലെ ഫ്ളാറ്റുകളിലേക്ക് മാറ്റുന്ന യുവതികളുടെ ഫോണുകളും പാസ്പോർട്ടുകളും ഒന്നാം പ്രതിയായ സിന്ധുവിന്റെ നേതൃത്വത്തിൽ വാങ്ങിവെക്കും. അതിനുശേഷം പുറം ലോകവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഇവർക്ക് ഉണ്ടാകില്ല എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. ഫ്ളാറ്റിലെത്തുന്ന പെൺകുട്ടികൾക്ക് പച്ചവെള്ളത്തിൽ പോലും ലഹരിപ്പൊടികൾ കലക്കി നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷം ക്രൂരമായ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയാണ് പതിവ്. പീഡന ദൃശ്യങ്ങളും നഗ്നചിത്രങ്ങളും മൊബൈലിൽ പകർത്തി നാട്ടിലെ കുടുംബാംഗങ്ങൾക്ക് അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പ്രതികൾ യുവതികളെ ലൈംഗിക വൃത്തിക്ക് നിർബന്ധിക്കുന്നത്. അതായത് അറസ്റ്റിലായ പ്രതികൾക്ക് കൊച്ചിയിലെയും ദുബായിലെയും വൻകിട മാഫിയ സംഘങ്ങളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. ഒന്നാം പ്രതി സിന്ധുവിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും കൊച്ചിയിലെ കൊലപാതക കേസ് അടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഔറംഗസേബ് എന്ന ഗുണ്ടയുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയതിന്റെ തെളിവുകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ്. പരാതി നൽകിയ യുവതിയെ മൂന്നാം പ്രതിയായ അലീന എന്ന ഗുണ്ടാ സംഘത്തിന്റെ പേര് പറഞ്ഞ് കടുത്ത ഭാഷയിൽ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ സന്ദേശങ്ങളും പോലീസിന്റെ കയ്യിലുണ്ട്. കേസിൽ ഉൾപ്പെട്ട മറ്റ് 2 മലയാളി സ്ത്രീകൾക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ദുബായ് പോലീസിന്റെ സഹായത്തോടെ ഇവരെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജിതമായി തന്നെ ഇപ്പോൾ നടക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ എന്ന് മാത്രമല്ല, കേരളത്തിലായിരുന്നാലും രാജ്യത്തായിരുന്നാലും ഈ മോഡലിംഗ്, അതോടൊപ്പം തന്നെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫാഷൻ പ്രോഗ്രാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി വ്യക്തമായി അന്വേഷണം നടത്തി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലം, അതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ സംഘടന ആരാണ് എന്നൊക്കെ വിശദമായി അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ചെന്ന് തലവെച്ച് കൊടുക്കാവൂ. അല്ലെങ്കിൽ ജീവിതം കട്ടപ്പുകയാകും.